സീനിയർ ആർട്ടിസ്റ്റ്, പഴയകാല നടന്മാരുടെ കൂടെ അഭിനയിച്ച അല്ലേ? പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഒരു ആളാണ്. എന്ത് പറയുന്നു മുകുന്ദൻ ആ എക്സ്പീരിയൻസ്? അല്ല, ആ എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം പഴയ കാലത്തെ ഇപ്പോൾ നസീർ സാറിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരുപാട് നടന്മാരുടെ കൂടെ, ഇപ്പോൾ ഉമ്മുക്കയാണെങ്കിൽ ശരി, ജോസ് പ്രകാശ് ചേട്ടൻ, അതുപോലെ മധുസാറ്, ധാരാളം, അതായത് ജി കെ പിള്ളച്ചേട്ടൻ, തിക്കുറിശി അങ്കിള്, ഇങ്ങനെ പോയി ഇപ്പോൾ ശ്രീവിദ്യാമ്മ അല്ലെങ്കിൽ KR വിജയമ്മ, അതുപോലെ ധാരാളം ഒരുപാട് പേരുണ്ട്. അതായത് പറയാൻ ഇപ്പോൾ ഒരു നീണ്ട പട്ടിക. അതിപ്പോൾ പപ്പുവേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ട്, കുതിരവട്ടം പപ്പുവേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ട്, മാള അരവിന്ദ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ലഭിക്കുകയുണ്ടായി. കാരണം അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഷൂട്ട് കഴിഞ്ഞുള്ള ഫ്രീ സമയങ്ങൾ മുഴുവൻ ഇവരുടെ കഥകൾ കേൾക്കുകയാണ്. അപ്പോൾ അവർ തമാശകളും പിന്നെ അതുപോലെ ആ കാലഘട്ടത്തിൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്ത് തരാണ്. അതൊരു വലിയ അനുഭവമായിട്ട്. കാരണം ഇപ്പം നസീർ സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും നസീർ സാർ എന്തായിരുന്നു ബിഹൈൻഡ് ദ സ്ക്രീൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അത്രമാത്രം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച്, പോസിറ്റീവായിട്ടുള്ള. അദ്ദേഹം എനിക്ക് ആദ്യമായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊന്നൊന്നുമല്ല, ഞാൻ പടത്തിൽ പോലും പാടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതോ ഒരു പടം തരങ്ങണി സ്റ്റുഡിയോയിൽ ട്രിവാൻഡ്രത്ത് എന്താണ് അയൽവാസി ഒരു ദരിദ്രവാസിയോ ഓടരുതമ്മാവോ ആളറിയാതെ അത്രയൊക്കെ പാടിയിട്ടുള്ളൂ. അന്ന് അബുദാബിയിൽ വെച്ചിട്ട് ഒരു ഷോയ്ക്ക് എൻ്റെ കണ്ണിന് ഈ ലൈറ്റ് അടിച്ചിട്ട് കണ്ണിനകത്തൂടെ വെള്ളം വന്നിട്ട് കണ്ണങ്ങ് കയറി ചുമന്നു. അപ്പോൾ പിറ്റേ ദിവസം അല്ലാസർ ലെഷ്ലാൻഡിലാണ് പ്രോഗ്രാം, മെയിൻ പ്രോഗ്രാം. ഞാൻ പാടാൻ കയറുമ്പോഴത്തേക്ക് എനിക്ക് ഒരു നിവൃത്തിയില്ല, കണ്ണ് നല്ല വേദനയുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ചു. അപ്പോൾ പണ്ടത്തെ ഒരു പ്രശ്നം അറിയാമല്ലോ, നമ്മളൊരു ഇപ്പോഴത്തെ ഗായകന്മാർ കൂളിംഗ് ഗ്ലാസ് വെച്ചാലും തൊപ്പി വെച്ചാലും കുഴപ്പമില്ല. അന്ന് നമ്മൾ ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 86 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, 80 ആ സമയം. അപ്പം ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഉടനെ കൂവും, അല്ലെങ്കിൽ പൊട്ടനാണെന്ന് പറയും, ഇവനെന്തോടാ ജാട കാണിക്കുന്നതെന്ന് പറയും. അപ്പം ഇദ്ദേഹം നസീർ സാർ കയറി ഒരു മനോഹരമായിട്ടൊരു പ്രസംഗം ഒന്ന് പ്രസംഗിച്ചു. യേശുദാസിന് ശേഷം, ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യേശുദാസിന് ശേഷം മലയാള സിനിമയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു വാഗ്ദാനമാണ്. എന്ത് വാഗ്ദാനം? ഒന്നും പാടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, MG ശ്രീകുമാർ അദ്ദേഹം ഉയരങ്ങളിൽ എത്തും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമാവും ചെയ്യും. അദ്ദേഹം ഇന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇന്നലത്തെ പ്രോഗ്രാമിൽ കണ്ണിന് കുറച്ച് അസുഖമായി പോയതുകൊണ്ടാണ്. അദ്ദേഹത്തെ സസ്നേഹം MG ശ്രീകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭയങ്കര കൈയടിയായിരുന്നു. ഞാനും ഹാപ്പി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. 86-ലുള്ളതാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞോണ്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ദേവി ഭയങ്കര കരച്ചിലാണ്, ഫേമസ് ആണ്, വളരെ ഫേമസ് ആണല്ലേ? നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് പറ്റി പറയുകയാണെങ്കിൽ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ ഒരു നമ്മൾ ഈ സ്ട്രോ ബ്ലോക്കിൽ ആള് മാറുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നിന്ന് വെറുതെ വളരെ സന്തോഷമായിരുന്ന ആള് പെട്ടെന്ന് ഒരു സെക്കൻഡ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലും അലമുറയിട്ട് കരയുന്നത്. എന്തിനാ കരയുന്നത് ആർക്കും അറിയില്ല. അല്ല, അത് നമുക്ക് അറിയണം. എന്തിനാ നമുക്ക് അറിയില്ല. ഞാൻ ഭയങ്കര സെന്റിമെന്റലാണ്. അതുകൊണ്ട് അല്ല, ഞാൻ ബോൾഡ് എന്നൊക്കെ അല്ല, ബോൾഡ് എന്നൊക്കെ പറഞ്ഞത് ആൾക്കാർ എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നെ അറിയാവുന്ന ആരും അത് പറയില്ല. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉറക്കെന്ന് പറഞ്ഞാൽ അല്ല, എന്നോട് ദേഷ്യപ്പെട്ടാൽ അത് അടുത്ത ആൾക്കാർ. ഇപ്പം തമ്പി സാർ അന്ന് ഒരു ദിവസം പറഞ്ഞു, എന്താ ദേവി അങ്ങനെ ഞാനങ്ങ് ആകെ തകർന്നു പോയി. പിന്നെ എനിക്ക് കരച്ചിൽ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. എത്ര നേരം പോകും? കുറെ നേരം പോകും. 2 സീൻ ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്യും.